ഹായ് ഓൾ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന യൂണിറ്റിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് മിനിമൽ സെറ്റ് അഥവാ മിനിമൽ കവർ. എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ആൻഡ് ഇറെഡ്യൂസിബിൾ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മിനിമൽ കവർ അല്ലെങ്കിൽ മിനിമൽ സെറ്റ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ അത് ഫൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മിനിമൽ കവർ അല്ലെങ്കിൽ മിനിമൽ സെറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് അതിന് മുന്നേ അറിയേണ്ടതുണ്ട്. അതിലൊന്നാണ് വാട്ട് ഈസ് എ റിഡൻഡൻറ്റ് എഫ് ടി. ഒരു എഫ് ടി റിഡൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള എഫ് ഡിസ്, ഗിവൺ എഫ് ഡിസ് എ ഡി ടു ബി, ബി ടു സി, സി ടു ഡി, എ ടു ബി. ഈ ഒരു എഫ് ഡിസിൽ ഇതിൽ നമ്മൾ ഓരോ എഫ് ഡിസും റിഡൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് എഫ് ഡി നമുക്ക് കൺസിഡർ ചെയ്യാം, എ ഡി ടു ബി. ഓക്കെ, എ ഡി ടു ബി എന്നുള്ള ഈ ഒരു എഫ് ടി റിഡൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നുണ്ടാവുക? എ ഡി ടു ബി എന്നുള്ള ഈ എഫ് ഡിനെ ഒഴിവാക്കി ബാക്കിയുള്ള 3 എഫ് ഡീസ് കൺസിഡർ ചെയ്യുക. ആ ഒരു എഫ് ഡീസിൽ നിന്ന് നമുക്ക് ബീനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് നോക്കേണ്ടത്? എ ഡിൻ്റെ ക്ലോഷർ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, എ ഡിൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് ഈ എ ഡി ടു ബി എന്നുള്ള എഫ് ടി ഇല്ലാണ്ട് തന്നെ എ ഡിൻ്റെ ക്ലോഷർ കാണുമ്പോൾ നമുക്ക് ബി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഡി എന്നുള്ള ആ ഒരു എ ഡി ടു ബി എന്നുള്ള എഫ് ടി എന്താണ്? റിഡൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് എ ഡിൻ്റെ ക്ലോഷർ കാണുമ്പോൾ ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക? നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആട്രിബ്യൂട്ട് ഉണ്ടാവും, എന്ന് വെച്ചാൽ എയും ഡിയും ഉണ്ടായിരിക്കും. ദെൻ എനെ കൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട് ഇതിലുണ്ടായിരിക്കും. എനെ കൊണ്ട് നമുക്ക് എന്തിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ബീനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എ ഡി ടു ബി എന്നുള്ള ആ ഒരു എഫ് ടി ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്തിനെ കിട്ടിയിട്ടുണ്ട്? ബീനെ ഡിറൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതെന്താണ്? എ ഡി ടു ബി എന്നുള്ള ആ ഒരു എഫ് ടി എന്താണ്? റിഡൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എങ്ങനെയാണ് റിഡൻഡൻ്റ് എഫ് ടി കാണാന്നുള്ള ഒരു സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി മിനിമൽ കവറിൻ്റെ സ്റ്റെപ്സ് നോക്കാം. സോ നമ്മൾ പറഞ്ഞു മിനിമൽ കവർ അല്ലെങ്കിൽ മിനിമൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന് തന്നെയാണ് നമ്മൾ എന്തും വിളിക്കുന്നത്? കനോണിക്കൽ കവർ എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, കനോണിക്കൽ കവർ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഈ ഒരു മിനിമൽ കവറിനെയാണ്. ഇതിനെയാണ് നമ്മൾ ഇറെഡ്യൂസിബിൾ സെറ്റ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, മിനിമൽ കവറിന്റെ കനോണിക്കൽ കവറായി മാറുന്ന സമയത്ത് ഇതെന്താണ്? ഇറെഡ്യൂസിബിൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇത് കണ്ടെത്തുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന 3 റൂൾസ് ആണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ആർ എച്ച് എസ്. എന്ന് വെച്ചാൽ ഓരോ എഫ് ടി, നമ്മുടെ ഓരോ എഫ് ടിൻ്റെയും ആർ എച്ച് എസിൽ സിംഗിൾ ആട്രിബ്യൂട്ടേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോ റിഡൻഡൻറ്റ് എഫ് ഡീസ് എന്നുള്ളതാണ്. റിഡൻഡൻറ്റ് എഫ് ഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? നോ എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട്. ഇത് 3 ഒരു ഒരു മിനിമൽ കവർ നമ്മൾ കാണുന്ന സമയത്തുള്ള സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിംഗിൾ ആട്രിബ്യൂട്ട് ആണ് ആർ എച്ച് എസിൽ വേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് ആർ എച്ച് എസിൽ മോർ ദാൻ 1 ആട്രിബ്യൂട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റിലെ സ്റ്റെപ്പ്. ദെൻ റിമൂവ് റിഡൻഡൻറ്റ് എഫ് ഡീസ്, അതുപോലെ എലിമിനേറ്റ് എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട്. ഈ ഒരു 3 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? നമ്മുടെ മിനിമൽ കവർ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ മിനിമൽ കവർ. ഏതാണ് എഫ് ഡിസ് തന്നിട്ടുള്ളത്? എ ടു ബി എന്നുള്ള എഫ് ഡി ഉണ്ട്, ബി ടു സി എന്നുള്ള എഫ് ഡി ഉണ്ട്, ഡി ടു എ ബി സി എന്നുള്ള എഫ് ഡി ഉണ്ട്, അതുപോലെ എ സി ടു ഡി എന്നുള്ള എഫ് ഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു എഫ് ഡീസിൻ്റെ മിനിമൽ കവർ ഇതിൻ്റെ ഇറെഡ്യൂസിബിൾ ഫോമിലോട്ട് മിനിമൽ സെറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എഫ് ഡീസിനെ കൺവേർട്ട് ചെയ്യണം. സോ എങ്ങനെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഇതായിരുന്നു നമ്മുടെ റൂൾസ് അല്ലേ? റൂൾസിൽ എന്തൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ മിനിമൽ കവർ കാണുന്ന സമയത്ത് സ്പ്ലിറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ തന്നിരിക്കുന്ന എഫ് ഡീസിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മോർ ദാൻ 1 ആട്രിബ്യൂട്ട് വരുന്നത് ഏതിലാണ്? ഡി ടു എ ബി സി. ഡി ടു എ ബി സി എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ആർ എച്ച് എസിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഡി ടു എ, ഡി ടു ബി, ഡി ടു സി, ഇങ്ങനെ നമ്മൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആട്രിബ്യൂട്ട്, നമുക്ക് കിട്ടുന്ന എഫ് ഡീസ് എന്തൊക്കെയായിരിക്കും? എ ടു ബി എന്നുള്ള എഫ് ഡി ഓൾറെഡി ഉണ്ട്, ബി ടു സി ഉണ്ട്. ദെൻ നമ്മൾ ഡി ടു എ ബി സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഡി ടു എ കിട്ടുന്നുണ്ടായിരിക്കും, ഡി ടു ബി കിട്ടുന്നുണ്ടായിരിക്കും, ഡി ടു സി കിട്ടുന്നുണ്ടായിരിക്കും, ദെൻ എ സി ടു ഡി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആർ എച്ച് എസിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു?
RHSനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യുക. അതുപോലെ നമുക്ക് എന്തും കൂടി കണ്ടെത്താനുണ്ട്? റിഡൻഡന്റ് FDs കൂടി കണ്ടെത്താനുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മോർ ദാൻ 1 വാല്യൂസ് വരുന്ന FD ഇതിലുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ 1 ആട്രിബ്യൂട്ട് വരുന്നത് ഏത് FDയിലാണ്? AC/D. ഓക്കെ, സോ ഈ AC/D എന്നുള്ള FDയിൽ A എക്സ്ട്രേനിയസ് ആണോ അതുപോലെ C എക്സ്ട്രേനിയസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ A എക്സ്ട്രേനിയസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കാണുന്നത്? Cന്റെ ക്ലോഷർ ആണ് കാണുന്നുണ്ടാവുക. നോക്കുക, A എക്സ്ട്രേനിയസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Cന്റെ ക്ലോഷർ കാണണം. Cന്റെ ക്ലോഷർ കാണുമ്പോൾ എന്ത് യൂസ് ചെയ്തിട്ട്? ബാക്കിയുള്ള FDs യൂസ് ചെയ്തിട്ട് നമ്മൾ Cന്റെ ക്ലോഷർ കാണുന്നു. Cന്റെ ക്ലോഷർ കാണുമ്പോൾ നമുക്ക് C ഉണ്ടായിരിക്കും അല്ലേ? ക്ലോഷർ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ Cന്റെ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? C ഇതിൽ എവിടെയും ലെഫ്റ്റ് സൈഡിൽ വരുന്നില്ല. സോ Cന്റെ ക്ലോഷർ കാണുമ്പോൾ C മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് എന്ത് കിട്ടുന്നില്ല? Dനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ A എന്തല്ല? എക്സ്ട്രേനിയസ് അല്ല. ഓക്കെ, ദെൻ നമ്മൾ C എക്സ്ട്രേനിയസ് ആണോ നോക്കണം. C എക്സ്ട്രേനിയസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് Aന്റെ ക്ലോഷർ ആണ് നമ്മൾ കാണുന്നത്. Aന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? A ഉണ്ടായിരിക്കും. A ഉണ്ടെങ്കിൽ എന്തുണ്ട്? A ഉണ്ടെങ്കിൽ B ഉണ്ട്. ഓക്കെ, B ഉണ്ടെങ്കിൽ എന്തുണ്ട്? B ഉണ്ടെങ്കിൽ C ഉണ്ട്. ഓക്കെ, B ഉണ്ടെങ്കിൽ C ഉണ്ട്. ബാക്കി ഏതെങ്കിലും കിട്ടോ? C ഉണ്ടെങ്കിൽ ഒന്നുമില്ല. സോ നമുക്ക് Aന്റെ ക്ലോഷർ കാണുമ്പോൾ Aയും Bയും Cയും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? D കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സെറ്റിൽ എന്തില്ല? എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിഡൻഡന്റ് FDs ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ റിഡൻഡന്റ് FDs ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ FDsനെയും എടുത്തിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇത് റിഡൻഡന്റ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ A to B എന്നുള്ള ഈ ഒരു FD റിഡൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. A to B റിഡൻഡന്റ് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ Aന്റെ ക്ലോഷർ കാണണം. Aന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? വിത്തൗട്ട് കൺസിഡറിങ് ദിസ് FD, A to B എന്നുള്ള FDനെ കൺസിഡർ ചെയ്യാണ്ട് Aന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? A മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ A to B എന്നുള്ളത് എന്തല്ല? റിഡൻഡന്റ് അല്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? B to C എന്നുള്ള FDനെ കൺസിഡർ ചെയ്യുന്നു. B to C എന്നുള്ള FD റിഡൻഡന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ബീൻ്റെ ക്ലോഷർ കാണണോ? ബീൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? വിത്തൗട്ട് കൺസിഡറിങ് B to C എന്നുള്ള ഈ FD കേട്ടോ. അപ്പോൾ ബീൻ്റെ ക്ലോഷർ കാണുമ്പോൾ B ഉണ്ടായിരിക്കും. B ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമോ? ഇല്ല. കാരണം നമ്മളെ അടുത്തുള്ള ബാക്കി FDs എന്ന് പറഞ്ഞാൽ A to B ഉണ്ട്, D to A ഉണ്ട്, D to B ഉണ്ട്, D to C ഉണ്ട്, AC to D ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് B ഉണ്ടെങ്കിൽ വേറെ ആരും കിട്ടില്ല, B മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇതും എന്തല്ല? റിഡൻഡന്റ് അല്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് D to A എന്നുള്ള FD റിഡൻഡന്റ് ആണോ? ഓക്കെ, D to A എന്നുള്ള FD റിഡൻഡന്റ് ആണോ നോക്കാൻ Dന്റെ ക്ലോഷർ ആണ് നമ്മൾ കാണേണ്ടത് വിത്തൗട്ട് കൺസിഡറിങ് D to A എന്നുള്ള ഈ FD. ഓക്കെ, സോ Dന്റെ ക്ലോഷർ കാണുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും? Dന്റെ ക്ലോഷറിൽ D ഉണ്ടായിരിക്കും. D ഉണ്ടെങ്കിൽ എന്തുണ്ട്? B ഉണ്ട്. B ഉണ്ടെങ്കിൽ എന്തുണ്ട്? വേറെ ഏതെങ്കിലും കിട്ടുമോ? ഇല്ല. D ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൂടി ഉണ്ട്? D ഉണ്ടെങ്കിൽ C ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് Dയും Bയും Cയും വെച്ചിട്ട് Aനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ FD എന്തല്ല? റിഡൻഡന്റ് അല്ല. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് FD ആണ് നോക്കുന്നത്. നെക്സ്റ്റ് FD എന്ന് പറയുമ്പം D to B. ഓക്കെ, D to B എന്നുള്ള FD നമ്മൾ എന്ത് വെച്ചിട്ടാണ് കാണുന്നത്? ഈ D to B എന്നുള്ള FDനെ കൺസിഡർ ചെയ്യാതെ ബാക്കിയുള്ള FDs വെച്ചിട്ട് Dന്റെ ക്ലോഷർ കാണുന്നു. ഓക്കെ, Dന്റെ ക്ലോഷർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവും? Dന്റെ ക്ലോഷർ കാണുമ്പോൾ D ഉണ്ടായിരിക്കും. ദെൻ D to A എന്നുള്ളതിന് നമുക്ക് Aനെ കിട്ടുന്നുണ്ട്. ദെൻ D to C എന്നുള്ളതിൽ നമുക്ക് Cനെ കിട്ടുന്നുണ്ട്. Aനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? Bനെ കിട്ടുന്നുണ്ട്. ഓക്കെ, Aനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Bനെ കിട്ടുന്നുണ്ട്. അതുപോലെ Aയും Cയും ഉണ്ടെങ്കിൽ നമുക്ക് D ഉണ്ട്. ഓക്കെ, അപ്പോൾ A, B, C എന്നുള്ള D എന്നുള്ള എല്ലാ വാല്യൂസും അതിലുണ്ട്. എന്ന് വെച്ചാൽ Dന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? ഈ D to B എന്നുള്ള FD ഇല്ലെങ്കിൽ പോലും നമുക്ക് Dന്റെ ക്ലോഷർ കാണുമ്പം Bനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഈ D to B എന്നുള്ള FD എന്താണ്? റിഡൻഡന്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? റിഡൻഡന്റ് FDs ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? D to C.
ഡി ടു സി എന്നുള്ള എഫ് ടി റിഡൻഡൻ്റ് ആണോ എന്നാണ് നോക്കുന്നത് വിത്തൗട്ട് കൺസിഡറിങ് ഡി ടു സി എന്നുള്ള എഫ് ടി. ഓക്കെ, സോ നോക്കുക, ഡീൻ്റെ ക്ലോഷർ കാണുന്നു. ഡീൻ്റെ ക്ലോഷർ കാണുമ്പം ഏതൊക്കെ വാല്യൂസ് കിട്ടും? ഡീൻ്റെ ക്ലോഷർ കണ്ടാൽ ഡി കിട്ടും, ഡീൻ്റെ ക്ലോഷർ കണ്ടാൽ ഡി കിട്ടും. ദെൻ വേറെ ഏതാണ് കിട്ടുന്നുണ്ടാവുക? ഡി ടു സീനെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡീൻ്റെ ക്ലോഷർ കണ്ടാൽ ആരെ കിട്ടുന്നുണ്ട്? ബീനെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഡി ടു സീൻ്റെ ഡി ടു ബീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ബീനെ കൊടുക്കണമെന്നില്ല. ഡീൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടുന്നുണ്ട്? എനെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് എ ഉണ്ടെങ്കിൽ ആരെ കിട്ടുന്നുണ്ട്? ബീനെ കിട്ടുന്നുണ്ട്. ബി ഉണ്ടെങ്കിൽ ആരെ കിട്ടുന്നുണ്ട്? സീനെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഡീൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് ഡി ടു സി എന്നുള്ള എഫ് ടീനെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലും ആരെ കിട്ടുന്നുണ്ട്? സീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു എഫ് ടി എന്താണ്? റിഡൻഡൻ്റ് ആണ്. സോ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ലാസ്റ്റ് എഫ് ഡി ആണ് എ സി ടു ഡി. എ സി ടു ഡി റിഡൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ സിൻ്റെ ക്ലോഷർ കാണുന്നു. എ സിൻ്റെ ക്ലോഷർ കാണുമ്പോൾ നമുക്ക് എ കിട്ടും, സി കിട്ടും. വേറെ ഏതെങ്കിലും കിട്ടുമോ? എ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? ബി ഉണ്ട്. ഓക്കെ, എ ഉണ്ടെങ്കിൽ നമുക്ക് ബി ഉണ്ട്. ദെൻ ബി ഉണ്ടെങ്കിൽ നമുക്ക് സി ഉണ്ട്. പക്ഷെ നമുക്ക് ഡീനെ ഇതിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇതെന്തല്ല? റിഡൻഡൻ്റ് അല്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ആർ എച്ച് എസിനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു റിഡൻഡൻ്റ് എഫ് ടീസിനെ റിമൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ റിഡൻഡൻ്റ് എഫ് ടീസ് റിമൂവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ബാക്കിയുള്ള എഫ് ടീസ് ഏതൊക്കെയാണ്? എ ടു ബി ഉണ്ട്, അതുപോലെ എ ടു ബി ഉണ്ട്, ബി ടു സി ഉണ്ട്, ടി ടു എ ഉണ്ട്, എ സി ടു ഡി ഉണ്ട്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മിനിമൽ കവർ അഥവാ മിനിമൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോട്ട് ചെയ്യുക, സ്പ്ലിറ്റ് ദ ആർ എച്ച് എസ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവ് റിഡൻഡൻ്റ് എഫ് ടീസ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവ് എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു മിനിമൽ കവർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.